മല്ലസ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നല്ല മഞ്ഞാണ്. ഞാനിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് -2. ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പുറത്ത് വന്നതല്ല കേട്ടോ. ചുമ്മാ നടന്നു പോയപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 2025ലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയാണ് ചെറിയ രീതിയിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിന്റെ മാറ്റം തന്നെയാണ്. 49 യൂറോ ആയിരുന്ന ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഇപ്പോൾ 58 യൂറോയിലേക്ക് എമൗണ്ട് മാറിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനും അത് ഫണ്ട് ചെയ്യാനുള്ള പൈസയ്ക്ക് കുറവുള്ളത് കൊണ്ടാണ് അവരൊരു 9 യൂറോയും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടത്. 2022 ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ 9 യൂറോ ടിക്കറ്റ് അവതരിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഭയങ്കര തിരക്കും ഭയങ്കര റഷും ഒക്കെ ആയിരുന്നു നമ്മൾ ട്രെയിനിൽ കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ രീതിയിലേക്ക് ആക്കിയപ്പോഴത്തേക്കും ഉള്ള നമ്മുടെ ടിക്കറ്റിൻ്റെ ഹൈക്ക് അല്ലെങ്കിൽ ആ ഒരു പൈസ എല്ലാവർക്കും താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കുറേ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏത് നമ്മുടെ 9 യൂറോ ടിക്കറ്റ് തിരിച്ചു വരണം, അല്ലെങ്കിൽ വേറെ ഇതേപോലത്തെ സമാനമായ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടിക്കറ്റുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഈ 49 യൂറോ ടിക്കറ്റ് അതായത് ഇപ്പോഴത്തെ 58 യൂറോ ടിക്കറ്റ് അത് എംപ്ലോയിഡ് പീപ്പിൾസിനാണ്. സ്റ്റുഡൻസിന് അത് 29 യൂറോ ടിക്കറ്റ് അല്ലെങ്കിൽ 38 യൂറോ ടിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാക്സിമം ഓഫ് 29 ആയിരുന്നു. ഇപ്പോൾ അത് മാക്സിമം ഓഫ് 38 എന്നായി. ആഹ് പല റീജിയണിലും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും പല രീതിയിലും പല ഡിസ്കൗണ്ടുകളിലും അത് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന യൂണിവേഴ്സിറ്റികളിൽ 17 യൂറോയ്ക്ക് കൊടുക്കുന്നുണ്ട്, 20 യൂറോയ്ക്ക് കൊടുക്കുന്നുണ്ട്, 30 യൂറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തും പല രീതികളിലാണ്. ഇത് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ സ്റ്റുഡൻറ്സ് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തവർ വന്ന് കുറേ കമൻറ്റുകൾ ഇടുകയും കാണാറുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു സുതാര്യത നിങ്ങൾക്കും ലഭിക്കുമല്ലോ. പിന്നെ മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് നമ്മുടെ ടാക്സിൻ്റെ ലിമിറ്റ്. അതായത് നമുക്ക് ഒരു കൊല്ലം ഒരു സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഇവിടെ പഠിക്കണ അല്ലെങ്കിൽ ഇവിടെ താമസിക്കണ ഒരാൾക്ക്, ഇവിടെ ജീവിക്കണ ജോലി ചെയ്യണ ഒരാൾക്ക് 11,754 യൂറോ വരെയായിരുന്നു ഇത്രയും കാലം ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഏൺ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂട്ടി 12,054 യൂറോയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് 12,084 യൂറോ വരെ നമുക്ക് ടാക്സ് ഇല്ലാതെ നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതിന് മേളിലേക്ക് വരുന്ന പൈസയ്ക്കായിരിക്കും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരിക. പിന്നെ അതുപോലെ തന്നെ ഈ ടാക്സിൻ്റെ റേറ്റ് 2026 ആകുമ്പോഴത്തേക്കും 12,336 യൂറോ ആകുമെന്നും കൂടെ ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിനിമം വേജ് ജർമ്മനിയിൽ ഞാൻ 2019 ഇവിടെ എത്തിയത്. അന്ന് 9 യൂറോയ്ക്കൊക്കെയായിരുന്നു ഞാൻ മണിക്കൂറിന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2022 ഒക്ടോബർ നമ്മുടെ ഷോൾഫ് സർക്കാർ കയറിയപ്പോഴത്തേക്കും മിനിമം വേജ് 12 ആക്കി. 2022 ഒക്ടോബറിലാണ് ഇത് നടന്നത്. അന്ന് തൊട്ട് നമുക്ക് മണിക്കൂറിന് 12 യൂറോ കിട്ടിത്തുടങ്ങി. കുറച്ച് സാലറിയിലുള്ളൊരു ഹൈക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അത് ഓരോരോ മാസവും കൂട്ടിക്കൂട്ടി പുള്ളിക്ക് 15 യൂറോ വരെ എത്തിക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മിനി ജോബ് ഇത്ര നാളും ഒരു മാസം 538 യൂറോ ആയിരുന്നു മിനി ജോബിന് നമുക്ക് ഫ്രീ ടാക്സ് ഒന്നും അടയ്ക്കാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 556ലേക്ക് ഈ 2025 ആയപ്പോഴത്തേക്കും മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ജർമ്മനിയിൽ നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നു അത്രത്തോളം തന്നെ ടാക്സ് കൊടുക്കാനും ബാധ്യസ്ഥരാണ്. 2025 തൊട്ട് 68,430 യൂറോയിൽ കൂടുതൽ ഏൺ ചെയ്യുന്നവർ ഒരു 42% ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാവുകയാണ്. അതായത് നിങ്ങളിപ്പോൾ 75,000 യൂറോ ഒരു കൊല്ലം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 75,000 മൈനസ് 68,430 ആ ഒരു എമൗണ്ടിനാണ് 42% ടാക്സ് അടയ്ക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അവരുടെ എംപ്ലോയ്മെൻറ്റ് ബാക്കി ആ ഒരു രീതിയിലേക്ക് പൊക്കോളും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബെറ്റർ ഇൻ്റർനെറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ ജർമ്മനിയിലും ഉണ്ട് ഒരു ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി. അവരൊരു പ്രത്യേകമായിട്ടൊരു സ്പെഷ്യലായിട്ടൊരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഏത് ഇൻ്റർനെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് സിമ്മിൻ്റെ ആണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് അവരുടെ സ്പീഡ് അളന്ന് നമുക്ക് പ്രൊമിസ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിലുണ്ടായിരുന്ന ആ ഒരു സ്പീഡ്, ആ ഒരു കണക്ടിവിറ്റി നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട് കുറച്ചുകൂടി ഡിസ്കൗണ്ട് ചെയ്ത് തരാനും അല്ലെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുമുള്ള എല്ലാവിധ ഓപ്ഷനുകളും പുതിയതായിട്ട് ഒരുക്കുകയാണ്. അത് വളരെയധികം മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, നമ്മുടെ ജർമ്മനിയിൽ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമുക്ക് ഓരോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പുറത്തെ ബാങ്കിലേക്ക് പോവാറില്ല. ഇന്ന് ഞാൻ പൈസ അയച്ചാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും പോവുക. ഇനിയിപ്പോൾ അതൊരു വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ശനിയും ഞായറും കഴിഞ്ഞ് ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് എത്തുക. അതുമാത്രമല്ല, പിന്നെ ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു നമുക്ക്. ആ ഓപ്ഷൻ ട്രൈ ചെയ്താൽ ഒന്നില്ലെങ്കിൽ 50 സെൻറ്റ് പോകും, ഇല്ലെങ്കിൽ 1.5
യൂറോ ആയിരുന്നു അതിന് നമ്മൾ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതായത് ഇപ്പൊ പൈസ അടച്ചാൽ അപ്പൊ തന്നെ ബാങ്കിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 2025 മുതൽ നമുക്ക് നമ്മുടെ ഈ ജർമ്മനിയിൽ റിയൽ ടൈം റിയൽ ടൈം ട്രാൻസ്ഫർ നടത്തുന്നതിന് ഫീ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ നടത്തുന്നതായിരിക്കും. നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണ്. ഇൻഷുറൻസ് എല്ലാം കൂട്ടി. ഒരു എംപ്ലോയിഡ് ആയിരിക്കുന്ന ഒരാൾക്ക് 0.8% കൂടെയും കൂട്ടി 2.5%ലേക്കാണ് ഇപ്രാവശ്യം ഇൻഷുറൻസ് കൂട്ടിയേക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ TK അണ്ണന്മാര് ഹെൽത്ത് ഇൻഷുറൻസിന്റെ TK അവന്മാരാണ് ഒടുക്കത്തെ പണി തന്നേക്കണത്. അവന്മാരും നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് TK ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ പോലും അവന്മാർക്ക് ഭയങ്കര വിലക്കുറവായിരുന്നു. ഒരു കൊല്ലം സ്റ്റുഡൻസിന്റെ കേസിൽ 115 120 അങ്ങനെ എന്തോ ഒരു കേസായിരുന്നു. ഇപ്പൊ 140 തന്നെ ചാടിയിട്ടുണ്ട് 2025 തൊട്ട്. പലർക്കും പല സ്റ്റുഡൻസിനും ലെറ്റർ പോലും കിട്ടിയിട്ടുണ്ട്. അത് എംപ്ലോയിഡ് ആയ ആൾക്കാർക്ക് വേറെ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ന്യൂസുകൾ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.